നമ്മുടെ ഏറ്റവും റിലേറ്റീവായ ഒരു വ്യക്തി നമ്മോട് അകന്നു പോയാൽ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ, കൂട്ടുകാരി, ജീവിത പങ്കാളി എന്നിങ്ങനെ നമ്മുടെ ഏറ്റവും ഉറ്റ ബന്ധത്തിലുള്ള ഒരു വ്യക്തി നമുക്ക് വേണ്ടി എന്നെന്നും ഒപ്പമുണ്ടായിരുന്ന, കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത വിധം നമ്മോട് അകന്നു പോയാൽ, നാം ആ അകൽച്ച ദിവസം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുകയാണോ പതിവ്? ഒരു കാര്യം തീർച്ചയാണ്, അന്ന് വിലാപത്തിൻ്റെയും രോദനത്തിൻ്റെയും മുഖഭാവങ്ങളാണ് ആർക്കുമുണ്ടാവുക. ദുഃഖവും സങ്കടവും മനസ്സിൽ നിന്ന് വിട്ടകലുകയില്ല. ഇനി ഇത്തരം വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്ഥാനമാനം, നമ്മുടെ ജോലി എന്നിങ്ങനെ നമുക്ക് വേണ്ടിയുള്ള എന്തും നഷ്ടപ്പെട്ടാൽ ഇത് തന്നെയല്ലേ അവസ്ഥ? എന്നിരിക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം അല്ലെങ്കിൽ ഒരു വർഷം നമുക്കായി നഷ്ടപ്പെട്ടു പോയാൽ, ഇനി ഒരിക്കലും ആ ചെറുപ്പകാലം, ആ യൗവനകാലം നമുക്ക് തിരിച്ച് ലഭിക്കണമെന്ന് എത്ര മോഹിച്ചാലും സാധ്യമല്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും തുള്ളിച്ചാടാനുമൊക്കെ സാധ്യമാവുക? അതെ, ഡിസംബർ മാസം 31 ലോക കള്ളുകുടിയന്മാരുടെ ദിവസം. ജീവിതത്തിൽ നിന്നും ഒരു വർഷമങ്ങ് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ സന്തോഷിച്ച് കള്ളുകുടിച്ച് തുള്ളിച്ചാടുന്ന ഒരു വിചിത്രകരമായ, അത്ഭുതകരമായ രംഗം. എനിക്കതൊന്നും ഓർക്കാൻ പോലും സാധ്യമാകുന്നില്ല. എന്തൊരു പൈശാചികതയാണത്! ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾക്കും തന്നെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സാധ്യമാകുകയില്ല. ഒരു പുതിയ വർഷത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, വരവേറ്റുകൊണ്ടാണ് ഇങ്ങനെ മദ്യപിച്ച് തുള്ളിച്ചാടുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, ഈ പുതിയ വർഷം നമുക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും ജീവിതം ആസ്വദിക്കാനും സാധ്യമാകുമെന്ന് എന്താണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും തീർച്ചയുണ്ടോ? നമ്മുടെ ഈ ജീവിതത്തിന് പോലും ഒരു ഗ്യാരണ്ടിയുമില്ല. ഈ ജഡം ഏത് ദിവസവും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം ഇന്നേ വരെ നമ്മുടെ ശാസ്ത്ര ലോകം കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താനാകുമെന്ന് ഒരു പ്രതീക്ഷയും ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. നാം ജീവിച്ചു കഴിഞ്ഞ ഒരു വർഷം സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇനി നാം വരവേൽക്കാനുള്ള പുതിയ വർഷം അതൊരു സങ്കല്പമാണ്, അനുമാനമാണ്, ഭാവനയാണ്, ഒരു സന്ദേഹമാണ്, പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ അതിനിടയ്ക്ക് മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിച്ച് കിടപ്പ് രോഗിയാകാനും സാധ്യതയുണ്ട്. അതെ, കഴിഞ്ഞുപോയത് യാഥാർത്ഥ്യം, വരാനുള്ളത് സന്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷത്തെ വരവേറ്റുകൊണ്ട് സന്തോഷിച്ച് കള്ളുകുടിച്ച് ആഹ്ലാദിച്ച് തുള്ളിച്ചാടുക എന്നുള്ളത് തനി വിരോധാഭാസമാണ്. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കുന്ന ഒരു വിവേകിയായ, പക്വതയുള്ള ഒരു വ്യക്തി ഒരിക്കലും തന്നെ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുകയില്ല. പക്ഷേ നമ്മുടെ പുതിയ തലമുറ, എത്രത്തോളം എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളടക്കം, ഡിസംബർ 31 എന്നുള്ളത് അന്ന് രാത്രി കള്ളു കുടിക്കാനും ആടിപ്പാടാനും സർവ്വ തോന്നിവാസങ്ങളും ചെയ്യാനുമുള്ള ഒരു ദിവസമാക്കി മാറ്റിയിരിക്കുന്നു. ഇതൊരു പ്രാദേശിക സ്വഭാവമല്ല, ലോക സംസ്കാരം തന്നെ അങ്ങനെയായിപ്പോയി. സ്വന്തം രക്ഷിതാക്കൾ അന്വേഷിക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? ഡിസംബർ മാസം 31 രാത്രി 9 മണിക്ക് ശേഷം അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം എൻ്റെ മക്കൾ എവിടെയാണെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 10 മണിയായിട്ടും വീട്ടിലേക്ക് എത്താത്തതെന്ന് അന്വേഷിക്കുന്നുണ്ടോ? നാട് വിട്ട് അന്യ രാജ്യങ്ങളിൽ പോയി, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന മക്കൾ ഡിസംബർ 31 എന്താണ് ചെയ്യുന്നത്, എവിടെയാണെന്ന് ഏതെങ്കിലും രക്ഷിതാവ് അറിയുന്നുണ്ടോ? ഇനി മറ്റൊരു കാര്യം, ഈ ഡിസംബർ മാസം 31 എന്നുള്ളത് ഒരു പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യൽ അനിവാര്യമായ ദിവസമാണോ?
പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് ഡിസംബർ ഒരു വർഷത്തിൻ്റെ അവസാന ഘട്ടമാണോ? അങ്ങനെയാകണമെങ്കിൽ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എങ്കിലും ഉത്ഭവം അടിസ്ഥാനമാക്കി കാലഗണന ആരംഭിക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ലോകത്തൊരു ഇംഗ്ലീഷ് വർഷ കലണ്ടർ മാത്രമല്ലല്ലോ ഉള്ളത്, നിരവധി കലണ്ടറുകളുണ്ട്. ഇംഗ്ലീഷ് വർഷ കലണ്ടറുകളെക്കാൾ പഴക്കം ചെന്ന കലണ്ടറുകൾ ലോകത്തുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ, ബാബിലോണിയൻ കലണ്ടറുകളൊക്കെ ഇന്ന് നിലവിലുള്ള ഈ ഇംഗ്ലീഷ് വർഷ കലണ്ടറുകളെക്കാൾ കൂടുതൽ പഴക്കം ചെന്നവയാണ്. അപ്പോൾ കാലഗണന ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശാസ്ത്രീയതയും ഇല്ലാത്ത ഈ ഒരു കലണ്ടറിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ അവസാന മാസം ഡിസംബർ മാസം 31-ന് ഒരു വർഷം അവസാനിച്ചു, അടുത്ത വർഷം ആരംഭിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് അത് തന്നെ തനി വിഡിത്തമല്ലേ? നാം മലയാളികളാണ്, കേരളീയരാണ്, നമുക്ക് നമ്മുടേതായ സ്വന്തം കലണ്ടർ ഉണ്ടല്ലോ. നാം ഭാരതീയരാണ്, നമുക്ക് ഭാരതത്തിന് ഒരു ശകവർഷ കലണ്ടറുണ്ട്. കേരളത്തിൽ ഒരു മലയാള വർഷ കലണ്ടറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങമാസമാണ് ഒന്നാമത്തെ മാസം. അപ്പോൾ കർക്കിടക മാസം അവസാനിച്ച് ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസമല്ലേ നാം ആഘോഷിക്കേണ്ടത്? അതല്ലേ നമ്മുടെ ദേശീയത? ഒരു ദേശീയ ബോധം വേണ്ടേ? അതല്ലേ ദേശസ്നേഹം? ഇനി മുസ്ലിങ്ങളോടായി ഒന്ന് പറയുന്നു. നബിയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായൊരു കലണ്ടർ മുസ്ലിങ്ങൾക്കുണ്ട്. ആ കലണ്ടറിൻ്റെ ആദ്യ മാസം മുഹറം മാസമാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഒരു പുതുവത്സരം ആഘോഷിക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് മാസം അവസാനിക്കുന്ന മുഹറം മാസത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമല്ലേ ആഘോഷിക്കേണ്ടത്? അന്നല്ലേ ആചരിക്കേണ്ടത്? പക്ഷേ ഇസ്ലാം മതം അങ്ങനെയൊരു പുതുവത്സര ആഘോഷം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അതിൻ്റെ ഫിലോസഫി അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു പ്രധാന വശം നമുക്ക് നഷ്ടമാകുമ്പോൾ അന്ന് ആഘോഷിക്കുകയില്ല, ദുഃഖിക്കുകയാണ് വേണ്ടത്. കാരണം അതാണല്ലോ യുക്തിഭദ്രമായ തത്വം. അതുകൊണ്ട് ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യുക, ഈ ഡിസംബർ മാസം 31-ന് ഞാൻ ഒരിക്കലും തന്നെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അന്ന് രാത്രി സംഘടിപ്പിക്കപ്പെടുന്ന പുതുവത്സര പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ കുടുംബത്തിൽ ഒരാളും തന്നെ അതിൽ പങ്കാളിയാവുകയില്ല. കാരണം അങ്ങനെ ഒരു പുതുവത്സരം ആഘോഷിക്കണമെങ്കിൽ കേരളീയനായ ഞാൻ ചിങ്ങം 1-നാണ് ആഘോഷിക്കേണ്ടത്, മുസ്ലിമായ ഞാൻ മുഹറം 1-നാണ് ആഘോഷിക്കേണ്ടത്. കാരണം മുസ്ലിം എന്നുള്ളത് ഒരു പരലോക ചിന്തയുള്ള വ്യക്തിയാണ്. തീർന്നില്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് വിഡിത്തങ്ങളുടെ കലവറയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന നാം ഇന്ന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ. ഡിസംബർ 31-ന് ഇങ്ങനെ ഒരു വർഷം അവസാനിച്ച് പുതുവത്സരം ആഘോഷിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക, ഏതാണ് ഡിസംബർ മാസം? എന്താണ് ഡിസംബർ എന്ന വാക്കിൻ്റെ അർത്ഥം? സത്യത്തിൽ ഡിസംബർ എന്നാൽ 10-ാമത്തെ മാസം എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഇദ്ദേഹം പറയുന്നത്? 12-ാമത്തെ മാസമല്ല ഡിസംബർ എന്ന്. സത്യത്തിൽ 12-ാമത്തെ മാസമല്ല, 10-ാമത്തെ മാസമാണ് ഡിസംബർ. ആ ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രാചീന കാലത്തെ റോമൻ കലണ്ടറാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ. പ്രാചീന കാലത്ത് റോമക്കാരുടെ കലണ്ടറിൽ 10 മാസങ്ങളാണ് ഉണ്ടായിരുന്നത്. മാർച്ച് മാസമായിരുന്നു 1-ാമത്തെ മാസം. മാർച്ച് മുതൽ ആദ്യത്തെ 6 മാസങ്ങൾക്ക് 6 ദൈവങ്ങളുടെ പേരാണ് അവർ നൽകിയത്. ആകെയുള്ള വർഷത്തിലെ 10 മാസങ്ങളിൽ 7, 8, 9, 10 മാസങ്ങൾക്ക് പേര് നൽകാൻ ദൈവങ്ങളില്ല. അതായത് അതിനനുയോജ്യമായ ദൈവങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7-ാമത്തെ മാസം, 8-ാമത്തെ മാസം, 9-ാമത്തെ മാസം, 10-ാമത്തെ മാസം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു. ഒരു കാര്യം ഓർക്കണം, വെറും 10 മാസങ്ങളാണ് വർഷത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഡിസംബർ എന്ന 10-ാമത്തെ മാസം വർഷത്തിൻ്റെ അവസാന മാസമാണ്. ആകെ ഒരു വർഷത്തിൽ 304 ദിവസങ്ങളാണ് അന്നുണ്ടായിരുന്നത്. നമ്മുടെ ഹിന്ദി ഭാഷയിലൊക്കെയുള്ള നൗ ദസ് എന്ന പോലെ നൗ നവംബർ, ദസ് ഡിസംബർ, 9-ാമത്തെ മാസം, 10-ാമത്തെ മാസം. അപ്പോൾ റോമൻ സംഖ്യ പോലും നമ്മുടെ പ്രാചീന ഹിന്ദുസ്ഥാനി ഭാഷയുമായിട്ട്, സംസ്കൃത ഭാഷയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു.
പിൽക്കാലത്ത് BC 8-ാം നൂറ്റാണ്ടിലാണ് 2 മാസങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് 12 മാസമാക്കി വികസിപ്പിക്കപ്പെട്ടത്. ജനുവരിയും ഫെബ്രുവരിയും അങ്ങനെ പുതിയ മാസങ്ങളായി കടന്നു വന്നു. പക്ഷേ അന്നും 354 ദിവസങ്ങളാണ് ഉണ്ടായത്. അതായത് ചന്ദ്രമാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ദിവസങ്ങൾ കണക്കാക്കിയത്. അന്നത്തെ റോമൻ രാജാവ് നിയോമ പോപ്പുലിയസ് എന്ന വ്യക്തിയാണ് ഈ 2 മാസം കലണ്ടറിലേക്ക് ആഡ് ചെയ്തത്. നമുക്കറിയാം 354 ദിവസമുള്ള ഒരു കലണ്ടർ ഒരിക്കലും തന്നെ സൗരസഞ്ചാരവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു ലൂണാർ സിസ്റ്റം തന്നെയായിരുന്നു അന്നത്തെ റോമൻ കലണ്ടർ. പിൽക്കാലത്ത് BC 45 ജൂലിയസ് സീസറാണ് 365 ദിവസമുള്ള ഒരു വർഷമാക്കി ഒരു സൂര്യ കലണ്ടറാക്കിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്തു. അന്ന് നിലവിലുണ്ടായിരുന്ന 5-ാമത്തെ മാസത്തെ ഒഴിവാക്കി. അതായത് ആ മാസത്തിൻ്റെ ദൈവനാമത്തെ ഒഴിവാക്കി തൻ്റെ പേര് നൽകി. അങ്ങനെയാണ് ജൂലൈ മാസം ഉണ്ടായത്. ഇത് കണ്ടപ്പോൾ ശേഷം വന്ന അഗസ്റ്റ് സീസർ എന്ന ഭരണാധികാരി 6-ാമത്തെ മാസത്തിൻ്റെ പേര് ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ പേര് നൽകി. അങ്ങനെയാണ് ആഗസ്റ്റ് മാസം ഉണ്ടായത്. അങ്ങനെ റോമക്കാരുടെ ആ കലണ്ടറിനെ ജൂലിയൻ കലണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടു. കാരണം ജൂലിയസ് സീസറാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു കലണ്ടറാക്കി കൊണ്ടുവന്നത്. പക്ഷേ അതൊന്നും ജൂലിയസ് സീസറുടെ ബുദ്ധിയല്ല. അദ്ദേഹം നല്ലൊരു ഗണിത വിദ്വാന്റെ സഹായം തേടി. കാരണം നിലവിലുള്ള ഒരു ലൂണാർ കലണ്ടറിനെ ഒരു സൗര കാലഘട്ടത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ നല്ല നിരീക്ഷകർ വേണം, നല്ല ഗണിതശാസ്ത്ര പണ്ഡിതന്മാർ വേണം. ഈജിപ്തിലെ അലക്സാണ്ട്രിയക്കാരനായ സോസിജീനസ് എന്ന വ്യക്തിയാണ് അതിനുവേണ്ടി കണ്ടെത്തിയത്. ഒരു വർഷത്തിൽ 365 ദിവസം എന്ന കണക്ക് അന്ന് കണ്ടെത്തി. 4 വർഷത്തിൽ ഒരിക്കൽ ഫെബ്രുവരി 29 വേണമെന്നും അന്ന് കണക്കാക്കി. എന്നാൽ ആ കാര്യവും കൃത്യതയുള്ളതല്ലെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു. AD 1582 കലണ്ടറിൽ വലിയ പൊരുത്തക്കേട് കണ്ടെത്തി. അങ്ങനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. അതായത് 128 വർഷം കൂടുമ്പോൾ ഒരു അതിവർഷം ഒഴിവാക്കണമെന്നാണ് അന്ന് തീരുമാനിച്ചത്. കാരണം ഓരോ ലീപ്പ് ഇയറിലും 11 മിനിറ്റിൻ്റെയും 14 സെക്കൻഡിൻ്റെയും വ്യത്യാസം ഉണ്ടെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് AD 1582 ഒക്ടോബർ മാസം 4-ാം തീയതിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം ഒക്ടോബർ 15-ാം തീയതിയാണെന്ന് പ്രഖ്യാപിച്ചു. അതായത് കലണ്ടറിൽ നിന്ന് 10 ദിവസങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അന്ന് റോമ നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വരെ ഉണ്ടായി. ഞങ്ങളുടെ നഷ്ടപ്പെട്ട 10 ദിവസങ്ങൾ തിരിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ തെരുവുകൾ തോറും പ്രകടനം നടത്തി. 10 മാസം മാത്രമുണ്ടായിരുന്ന കലണ്ടറിലേക്ക് 2 മാസങ്ങൾ ആഡ് ചെയ്താലും ആ ആഡ് ചെയ്യപ്പെട്ട പുതിയ 2 മാസങ്ങൾ 11ഉം 12ഉം ആയില്ല. പകരം 1-ാമത്തെയും 2-ാമത്തെയും മാസമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന 1-ാമത്തെ മാർച്ച് മാസം പുതിയ 3-ാമത്തെ മാസമായി. അതുകൊണ്ട് തന്നെ 10-ാം മാസം എന്നർത്ഥമുള്ള ഡിസംബർ 12-ാമത്തെ മാസമായി കിടന്നു. ഇത്രയും വലിയ വിഡിത്തങ്ങളുടെ ചരിത്രമുള്ള ഒരു കലണ്ടറാണ് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന പേരിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ. എന്നിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതുവത്സര ദിനം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളോടായി ഞാൻ പറയുന്നു, ഡിസംബർ മാസം 31 കള്ളു കുടിക്കാനും ആടിച്ചാടി കളിക്കാനുമുള്ളതല്ല. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് മരണപ്പെട്ടു പോയ ജനങ്ങളുടെ ശ്മശാനത്തിൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു മനുഷ്യനായി നല്ലൊരു മാതൃകാ ജീവിതത്തിന് വേണ്ടിയുള്ള ദൃഢപ്രതിജ്ഞ ചെയ്യുക. കാരണം നമ്മുടെ ജീവിതം ലക്ഷ്യബോധമുള്ളതായിരിക്കണം.